അമ്മേ ശരണം, ആറ്റുകാൽ അമ്മേ ശരണം. അനന്തപുരിയുടെ മണ്ണിൽ ഭക്തിയുടെ കനലുകൾ എരിയുന്ന പുണ്യ ദിനത്തിലേക്ക് നാം അടുക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ സംഗമത്തിന് സാക്ഷ്യം വഹിക്കുന്ന ആറ്റുകാൽ പൊങ്കാല ഇങ്ങ് വന്നെത്തി കഴിഞ്ഞു. പല കാരണങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിൽ വരാൻ കഴിയാത്തവരും വൈകി മാത്രം വിവരങ്ങൾ അറിഞ്ഞവരും ഉണ്ടാവാം നമ്മളുടെ കൂട്ടത്തിൽ. നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. അമ്മയുടെ വിളി കേൾക്കാൻ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ്, ഭക്തിയാണ് പ്രധാനം. ഈ വീഡിയോയിൽ വ്രതം തുടങ്ങാൻ വൈകിയവർക്ക് അവസാന 3 ദിവസം എങ്ങനെ വ്രതം അനുഷ്ഠിക്കണമെന്നും പൊങ്കാല ദിവസം വീട്ടിൽ വെച്ച അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായി നമ്മൾക്ക് എങ്ങനെ നേടിയെടുക്കാമെന്നും വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് കേട്ടോ. ഈ വർഷം പൊങ്കാല ഇടാൻ കഴിയാത്തവരാണോ നിങ്ങൾ? നമ്മുടെ അമ്മയുടെ അനുഗ്രഹം ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഒരു പ്രാവശ്യം പോലും ആറ്റുകാൽ പൊങ്കാല ഇടാൻ പറ്റാതെ ഇതുപോലെ വീഡിയോയിലൂടെയും പൊങ്കാല TV-യിൽ കാണുമ്പോഴുമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മനമുരുകി പ്രാർത്ഥിച്ചിട്ട് ആ ഒരു ഐശ്വര്യത്തിനായിട്ട് കാത്തിരിക്കുന്നവർ ധാരാളം പേരുണ്ടല്ലേ. ഒരു പ്രാവശ്യമെങ്കിലും അത്രടം വരെ വന്ന് ഒന്ന് പൊങ്കാല ഇടാൻ സാധിച്ചിരുന്നെങ്കിൽ, ദേവി ഒന്ന് തൊഴാൻ സാധിച്ചിരുന്നെങ്കിൽ, ഇനിയും അങ്ങനെയൊന്നും അല്ലാച്ചാലും നമ്മുടെ വീട്ടുമുറ്റത്താണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്കിടാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ കഴിയുന്നവരും ധാരാളം പേരുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. എങ്കിൽ പോലും നമ്മളുടെ കുടുംബത്തിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവാൻ ഈ പൊങ്കാല ദിവസം, അതായത് നമ്മൾക്ക് പൊങ്കാല വീട്ടിലും ഇടാൻ സാധിക്കുന്നില്ല, അത്രടം വരെ പോയി ഇടാനും സാധിക്കുന്നില്ല എങ്കിലും ആറ്റുകാൽ അമ്മ ശക്തി സ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ ആ പൊങ്കാല ദിവസം നമ്മൾക്ക് ഈ പൊങ്കാലയൊന്നും ഇടാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം പൂർണ്ണമായിട്ടും വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത് കേട്ടോ. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ ഈ വീഡിയോ ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കറിയാം, മാർച്ച് 1 മുതൽ 3 വരെയാണ് ഈ വർഷത്തെ അവസാന 3 വ്രത ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഈ 3 ദിവസം നിങ്ങൾ എങ്ങനെ വ്രതം എടുക്കണമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശദീകരിക്കാം. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. രാവിലെ നമ്മളൊരു ബ്രാഹ്മ മുഹൂർത്തത്തിലൊക്കെ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു 4:30-5 എഴുന്നേറ്റാൽ മതിയാവും കേട്ടോ. കുളിച്ചിട്ട് ശുദ്ധിയായിട്ട് ഒരു ശുഭ്ര വസ്ത്രം ധരിക്കുക. ഒരു വെളുത്തതോ അല്ലെങ്കിൽ ഇളം നിറത്തിലുള്ള, അതായത് കടും നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇളം നിറത്തിലുള്ള ഒരു വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ പൂജാമുറിയിലെത്തി സാധാരണ പോലെ നിലവിളക്ക് കൊളുത്തുക. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പുഷ്പങ്ങളൊക്കെ ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ സമർപ്പിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ 3 ദിവസങ്ങളിലും ദേവിയുടെ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്, അനുഗ്രഹമാണ്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ദേവിയോട് മനമുരുകി നമ്മുടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതായത് ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്നു കിട്ടിയിട്ടില്ല, അപ്പോൾ ഈ പൊങ്കാല നമ്മൾ ഇടുന്നത് തന്നെ ആ ഒരു ആഗ്രഹം മനസ്സിൽ ദേവിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നത്. അല്ലെങ്കിൽ കുറേ സങ്കടങ്ങളും വിഷമതകളിലും കടബാധ്യതകളിൽ കൂടിയും ഒക്കെ കടന്നു പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാം. ആ ഒരവസ്ഥയൊക്കെ മാറാൻ വേണ്ടി ദേവിയോട് പ്രാർത്ഥിച്ചിട്ടുമാവാം നമ്മൾ ഈ പൊങ്കാല ഇടാൻ തയ്യാറാവുന്നത്. ഈ ഒരു സമയത്ത് എന്ത് തന്നെയാണെങ്കിലും നമ്മളുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹം, ആവശ്യം, സങ്കടങ്ങൾ, വിഷമങ്ങൾ, അതെന്ത് തന്നെയാണെങ്കിലും ആ ഒരു രാവിലെ നമ്മൾ ദേവിയുടെ മുൻപിൽ ആ ഒരു നെയ്വിളക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ ചിരാതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് മതി കേട്ടോ. പക്ഷെ കരിന്തിരി കത്തിപ്പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നമ്മളുടെ ആ ഒരു ആഗ്രഹം, സങ്കടങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ദേവിയെ മനമുരുകി വിളിക്കുക കേട്ടോ. വർഷത്തെ പൊങ്കാല അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, അമ്മ അത് ഭംഗിയായിട്ട് നടത്തി തരണേ എന്നങ്ങനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ട് ആ ഒരു സമയത്ത് നമ്മൾക്ക് അമ്മയോട് സമർപ്പിക്കാം നമ്മളുടെ സങ്കടങ്ങളൊക്കെ. അമ്മ ഈ 3 ദിവസം എൻ്റെ മനസ്സും ശരീരവും അവിടുത്തെ പാദങ്ങളിൽ അർപ്പിക്കുന്നു എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ആ വ്രതം തുടങ്ങാനായിട്ട്. അമ്മേ ശരണം, ദേവീ ശരണം, ആറ്റുകാലിൽ അമ്മേ ശരണം, ആ ഒരു നാമം നാവിലും മനസ്സിലും ഈ 3 ദിവസങ്ങളിൽ അങ്ങോട്ട് വിളങ്ങട്ടെ. തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം ജീവിതത്തോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും ആഹാര കാര്യങ്ങളൊക്കെയാണല്ലേ. സസ്യാഹാരം മാത്രം ഈ 3 ദിവസങ്ങളിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരിക്കലെടുക്കാം, ഈ 3 ദിവസങ്ങളിലും ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചിട്ടും നമുക്ക് വ്രതം നോൽക്കാവുന്നതാണ്, അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ. അപ്പം നമ്മൾ മലയാളികളാണ്, സാധാരണയായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് ഒഴിവാക്കി
നിർത്താൻ നമുക്ക് എത്ര ആയാലും പാടാവും അല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങൾ സാധാരണ പോലെ അതായത് ചോറ് കഴിക്കാവുന്നതാണ്. രാവിലെയും വൈകിട്ടും അരി ആഹാരം ഒഴിവാക്കുക. അതായത് രാവിലെ ഇഡ്ഡലി, ദോശ, പുട്ടൊന്നും കഴിക്കാൻ പാടില്ല. ഉപ്പുമാവോ അല്ലെ ഗോതമ്പ് ദോശയോ അങ്ങനെ എന്തെങ്കിലും അരി ഒഴിച്ചിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണം നമ്മൾ രാവിലെ ആക്കാൻ ശ്രദ്ധിക്കുക. ഇനി വൈകിട്ട് നമുക്ക് പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാം. അതില്ലാച്ചാലും ഗോതമ്പ് കൊണ്ടുള്ള ഗോതമ്പിൻ്റെ ദോശയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അമ്മമാരൊക്കെ ആവും ധാരാളം ഈ വ്രതം എടുക്കുക. അതുകൊണ്ട് ഒരിക്കൽ എന്ന് പറയുന്നത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചിട്ട് രാത്രി പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കാനായിട്ട് പാടില്ലാത്തവരുണ്ടാവാം. തീർച്ചയായിട്ടും എല്ലാ വ്രത വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് മാത്രം വ്രതത്തിലെ ആഹാരക്രമങ്ങൾ ചിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഈ 3 ദിവസങ്ങളിലും നമുക്ക് സസ്യാഹാരം മാത്രം എടുത്തിട്ട് 3 ദിവസവും ഒരിക്കലെടുക്കാൻ കഴിയുന്നവർ മാത്രം എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് തലേ ദിവസം മാത്രം ഒരിക്കൽ നോക്കാം കേട്ടോ. ബാക്കി 2 ദിവസങ്ങളിൽ നമുക്ക് നോർമലി വെജിറ്റേറിയൻ ഫുഡ്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. ഇനിയും ചൊല്ലേണ്ട മന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. പലരും പറയും ആറ്റുകാൽ ദേവിയുടെ മന്ത്രങ്ങൾ, സ്തുതികൾ എന്തൊക്കെയാണ് അറിയില്ല. അപ്പോൾ അതെന്താണ്? ഓം ആറ്റുകാൽ ഭഗവതിയെ നമ, ആറ്റുകാൽ അമ്മേ ശരണം, ദേവീ ശരണം, അങ്ങനെ ചൊല്ലിയാലും മതിയാവും കേട്ടോ. ഇനിയും ലളിതാ സഹസ്രനാമം ഈ വ്രത ദിവസങ്ങളിൽ ചൊല്ലുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഇനി അത് ചൊല്ലാൻ അറിയില്ലാച്ചാലും നമ്മൾ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഓണാക്കി പ്ലേ ചെയ്ത് വെച്ചാൽ ഏറ്റവും ഐശ്വര്യമാണ് ഈ വ്രത ദിവസങ്ങളിൽ. ഇനിയും ഈ വ്രത ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. അതായത് വ്രതം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് ചിന്തിക്കുന്നത് നോൺ വെജ് ഒഴിവാക്കിയിട്ടിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മാത്രം ശുദ്ധി എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ വ്രതം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മാത്രം ശുദ്ധിയല്ല, മനസ്സിൻ്റെ ശുദ്ധി കൂടിയാണ് കേട്ടോ. ഇനിയും നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ നമുക്ക് ഈ വ്രത ദിവസങ്ങളിൽ ചെയ്യാം? അതായത് ദാനധർമ്മങ്ങൾ, അതായത് വിശക്കുന്നവൻ ഒരു നേരത്തെ ഒരു ആഹാരം കൊടുക്കാൻ സാധിച്ചാൽ ഏറ്റവും പുണ്യമാണ് കേട്ടോ. അതുപോലെ എപ്പോഴും ശാന്തനായിരിക്കുക. നമ്മുടെ സാധാരണ ദിവസങ്ങളൊക്കെ ശാന്തതയോടുകൂടി ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടാവും അല്ലേ. ഒരുപാട് ടെൻഷനിലും സ്ട്രെസ്സിലും ഒക്കെ കൂടി കടന്നു പോകുന്ന ഒരു ദിനചര്യ ആവും മിക്ക ആളുകളുടെയും. അപ്പോൾ നമുക്ക് മനസ്സങ്ങനെ ശാന്തമാക്കിയൊന്നും വെക്കാൻ പറ്റാറില്ല പൂർണ്ണമായിട്ടും. എങ്കിലും ഈ വ്രത ദിവസങ്ങളിൽ അമ്മയുടെ നാമങ്ങൾ മനസ്സിലും നാവിലും വിളങ്ങിക്കൊണ്ട്, അതായത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു 3 ദിവസങ്ങൾ അങ്ങ് ഒഴിഞ്ഞു വെക്കുക. അപ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ അത് മാത്രം ഉണ്ടാവുമ്പോൾ മനസ്സിന് ശാന്തത ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് കൈവരും അല്ലേ. അങ്ങനെ മനസ്സെപ്പോഴും ശാന്തമാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ദേഷ്യം, അസൂയ, മോശം വാക്കുകൾ എന്നിവ ഒഴിവാക്കുക. കുട്ടികളൊക്കെ നമ്മളെ വീട്ടിൽ കാണും, നമ്മളൊന്ന് ശാന്തത പാലിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളോടൊക്കെ ഒട്ടും ദേഷ്യപ്പെടാതെ തന്നെ ഇരിക്കുക കേട്ടോ. അതുപോലെ പകൽ ഉറങ്ങുന്നതും വ്രതസമയത്ത് നല്ലതല്ല. അതുപോലെ പൂർണ്ണമായിട്ടും നമ്മൾ ബ്രഹ്മചര്യം പാലിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വ്രത ദിവസങ്ങളിൽ. അതുപോലെ എണ്ണ തേച്ച് കുളി ഒഴിവാക്കുകയാണെങ്കിൽ അതും ഏറ്റവും നല്ലതാണ്. ഇതൊക്കെയാണ് നമ്മൾ വ്രത ദിവസം ആ ഒരു ദൈനംദിന കാര്യങ്ങൾ നമ്മൾ ഈ 3 ദിവസവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും ചിലർക്ക് ജോലി സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞു ഈ 3 ദിവസവും വ്രതമെടുക്കാൻ സാധിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർ തലേ ദിവസം മാത്രം വ്രതമെടുക്കുക കേട്ടോ. ആ തലേ ദിവസം ഒരിക്കലെടുക്കുക. അതായത് ഉച്ചയ്ക്ക് ഒരു നേരം അരി ആഹാരം കഴിച്ചുകൊണ്ട് രാവിലെ അരി ഒഴിച്ചുള്ള എന്തെങ്കിലും പ്രഭാത ഭക്ഷണം കഴിക്കാം. രാത്രിയിൽ നമ്മൾ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് പൊങ്കാലയുടെ തലേ ദിവസമായിട്ടുള്ള 2-ാം തീയതി. അവർ പൊങ്കാലയുടെ തലേ ദിവസം അതായത് മാർച്ച് 2-ന് രാവിലെ മുതൽ ഉപവാസം എടുക്കാം. അതായത് പൂർണ്ണമായിട്ട് ഉപവാസം എടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പിന്നെയും പറയുകയാണ്, ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലെടുക്കാം, ഒരു നേരം മാത്രം ആയി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വ്രതമെടുക്കാവുന്നതാണ്. ഇനിയും നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വ്രതത്തിൽ കൂടുതലായിട്ടും നമ്മൾക്ക് അറിഞ്ഞോ അറിയാതെയോ കുറ്റങ്ങളൊക്കെ പറ്റും അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയുടെ മുന്നിൽ ഒരു നാരങ്ങ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഈ വ്രതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറാൻ സഹായിക്കുന്നതാണ്. വീട്ടിൽ എങ്ങനെയാണ് നമുക്ക് നാരങ്ങ വിളക്ക് കൊളുത്താൻ പറ്റുക എന്നറിയുമോ? ഞാൻ പറയാം കേട്ടോ. അതായത് വ്രത ദിവസങ്ങളിൽ വൈകുന്നേരം, അതായത് സന്ധ്യാസമയത്ത് നമ്മൾ സാധാരണ നിലവിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, പൊങ്കാല ഇടുന്നതിൻ്റെ തലേ ദിവസം സന്ധ്യയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളിൽ ചിലവർ 9 ദിവസം അല്ലെങ്കിൽ 7 ദിവസം 5 ദിവസം 3 ദിവസം ഒക്കെ വ്രതമെടുത്തവരാവും. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു കൈപ്പിഴകളൊക്കെ നമ്മളുടെ ഭാഗത്ത് നിന്ന്, നമ്മൾക്ക് സാധാരണ മനുഷ്യരല്ലേ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ മാർച്ച് 2-ാം തീയതി ത്രിസന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം? നല്ല പഴുത്ത മഞ്ഞ നിറത്തിലുള്ള ഒരു നാരങ്ങ എടുക്കുക കേട്ടോ. ഇത് കുറുകെ നമ്മൾ നാരങ്ങ 2ആയിട്ട് മുറിക്കില്ലേ, അങ്ങനെ മുറിച്ച നാരങ്ങയുടെ ഉൾഭാഗം വിരൽ ഉപയോഗിച്ച് സാവധാനം പുറത്തേക്ക് ഇങ്ങനെ തള്ളുക കേട്ടോ. അകത്തെ ഭാഗം പുറത്തേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം?
നെയ്യോ, ശുദ്ധമായ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ പഞ്ഞി കൊണ്ടുണ്ടാക്കിയ ഒരു തിരിയിടുക. ഈ ഒരു സമയത്ത് നാരങ്ങ വിളക്ക് നമ്മൾ നേരിട്ട് തറയിൽ വെക്കരുത് കേട്ടോ. ഒരു തളികയിൽ അല്ലെങ്കിൽ ഒരു വെറ്റിലയിലോ വേണം നമ്മൾ ഈ നാരങ്ങ വിളക്ക് വെക്കാനായിട്ട്. അങ്ങനെ നമ്മൾ തിരി കൊളുത്തിയിട്ട് ആ വിളക്കിൻ്റെ ദർശനം എന്ന് പറയുന്നത് ദേവിയുടെ ചിത്രത്തിന് നേരെ അല്ലെങ്കിൽ കിഴക്കോട്ട് അഭിമുഖമായി വരുന്ന രീതിയിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഈ വ്രത ദിവസങ്ങളിൽ നമ്മൾക്ക് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദേവിയുടെ മുൻപിൽ ഇങ്ങനെ നാരങ്ങ വിളക്ക് കൊളുത്തി വെക്കുന്നത്. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക, അമ്മേ വ്രതാനുഷ്ഠാനത്തിൽ എനിക്ക് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് അമ്മ ഞാൻ നാളെ ഇടാൻ പോകുന്ന ഈ പൊങ്കാല അതിൻ്റെ പൂർണ്ണതയോടുകൂടി സ്വീകരിക്കണമേ എന്ന് അമ്മയോട് നമ്മൾക്ക് ആ ഒരു സമയം മനമുരുകി പ്രാർത്ഥിക്കാം. ഇനി പൊങ്കാലയുടെ ഒരുക്കങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പൊങ്കാലയുടെ തലേ ദിവസം, അതായത് മാർച്ച് 2 തന്നെ നമ്മൾ അടുപ്പ് കൂട്ടാനുള്ള ഇഷ്ടികയും പുത്തൻ മൺകലവും ഉണക്കലരിയും ശർക്കരയും എല്ലാം തന്നെ ഒരുക്കി വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതുപോലെ പൊങ്കാല ഇടുന്ന സ്ഥലം നമ്മൾ മുൻകൂട്ടി അടിച്ച് തളിച്ച് ശുദ്ധമാക്കണം. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലിടുന്നവരാണെങ്കിൽ എവിടെയാണോ നമ്മൾ ആ മുറ്റത്ത് പൊങ്കാല ഇടാൻ പോകുന്നത് അവിടെ അടിച്ച് തളിച്ച് ശുദ്ധമാക്കണം. നേരെ നമ്മുടെ മെയിൻ ഡോറിൻ്റെ നേരെ ഫ്രണ്ടിൽ പോയിട്ട് ഇടാൻ പാടില്ല കേട്ടോ. ഇടതുവശത്തോട്ടോ വലതുവശത്തോട്ടോ മാറി ആവണം നമ്മൾ പൊങ്കാല അടുപ്പ് കൂട്ടേണ്ടതായിട്ടുള്ളത്. അതുപോലെ കിഴക്കോട്ട് നോക്കി വേണം പൊങ്കാല ഇടാനായിട്ട്. അടുപ്പും കലവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ മൺകലത്തിൽ പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ വീട്ടിലെ പഴയ കലമൊന്നും എടുത്തിട്ട് പൊങ്കാല ഇടാൻ പോകരുത് കേട്ടോ. പുതിയ മൺകലത്തിലിടുന്നതാണ് ഏറ്റവും ഐശ്വര്യം. അതുപോലെ തന്നെ പുതിയ ഇഷ്ടികകൾ ഉപയോഗിച്ച് അടുപ്പ് തയ്യാറാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് ഒരുക്കി വെക്കണം കേട്ടോ. നിലവിളക്ക് കൊളുത്തി ഇലയിൽ അവല്, മലര്, വെച്ചില, പാക്ക്, പഴം എന്നിവയൊക്കെ ഗണപതിക്ക് സമർപ്പിക്കണം. വിഘ്നങ്ങൾ മാറാൻ ഇത് അത്യാവശ്യം നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. മാർച്ച് 3 രാവിലെ 9:45 ക്ഷേത്രത്തിലെ പണ്ടാരം അടുപ്പിൽ തീ കത്തിക്കുക. ഈ സമയത്ത് നമ്മുടെ വീട്ടിലെ നിലവിളക്കിൽ നിന്നും തീ പകർന്നു വേണം നമ്മൾ അടുപ്പ് കത്തിക്കാനായിട്ട്. തിളച്ചുമറിയുന്ന കലത്തിൽ അരി ഇടുമ്പോൾ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുക: അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യാർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. സാധാരണയായിട്ട് ശർക്കര പായസമാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രിയം. എങ്കിലും രോഗമുക്തിക്കായി മണ്ടപ്പുറ്റും കുടുംബ ഐശ്വര്യത്തിനായി തെരളിയപ്പവും കൂടെ വെള്ളച്ചോറും ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. നമ്മൾക്ക് ഉച്ചയ്ക്ക് 2:15 ക്ഷേത്രത്തിൽ നിവേദ്യം നടക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് വീട്ടിലും പൂജാരിയെ സങ്കല്പിച്ച് തീർത്ഥം തളിച്ചിട്ട് നമുക്ക് നിവേദ്യം നടത്താവുന്നതാണ് കേട്ടോ. ആ നൊടിയിൽ ആ ഒരു സമയത്ത് പൊങ്കാല ഇട്ടിട്ട് ആ ഒരു നിവേദ്യമൊക്കെ നമ്മൾ തീർത്ഥം തളിച്ച് സമർപ്പിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നില്ലേ, ആ ഒരു സന്തോഷം തന്നെയാണ്. അതൊരു നിർവൃതി ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിൽ. ആ ഒരു നിർവൃതി തന്നെയാണ് അമ്മ നമ്മുടെ പൊങ്കാല സ്വീകരിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. ഇനി പൊങ്കാല ഇടാൻ കഴിയാത്തവർ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരുപാട് നാളായിട്ട് ആറ്റുകാലമ്മയുടെ ഭക്തരാവും നമ്മൾ മനസ്സിൽ അമ്മയെ നിറച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവരാവും. പക്ഷേ ഒരിക്കൽ പോലും ചിലപ്പോൾ ആ ക്ഷേത്രനടയിൽ പോയി നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പൊങ്കാല ഒരിക്കൽ പോലും അവിടെ പോയി ഇടാൻ പറ്റിയിട്ടുണ്ടാവില്ല. സ്വന്തം വീട്ടുമുറ്റത്തും ഇടാൻ പറ്റിയിട്ടുണ്ടാവില്ല. എല്ലാ വർഷവും നമ്മൾ ഈ TV-യിലൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോകും, അമ്മ അടുത്ത വർഷമെങ്കിലും ഈ ഒരു പൊങ്കാല എനിക്ക് എൻ്റെ വീട്ടുമുറ്റത്തെങ്കിലും ഇടാൻ സാധിക്കണേ എന്ന് കണ്ണു നിറഞ്ഞ് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന അനേകം പേരുണ്ടാവും. പക്ഷേ എല്ലാ കാര്യങ്ങളിലും പോലെ എല്ലാം ഭഗവതിയും കൂടെ മനസ്സറിഞ്ഞൊന്ന് വിചാരിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും കണ്ണു നിറയേണ്ട, മനസ്സ് വിഷമിക്കേണ്ട. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം തീർച്ചയായും ജീവിതത്തോട് ചേർത്ത് നൽകിയിരിക്കും. എന്നാൽ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നത് ഞാനൊന്ന് പറയാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ മറ്റോ ആവും നമ്മൾക്ക് ഈ പ്രാവശ്യവും നമ്മുടെ വീട്ടുമുറ്റത്ത് പോലും പൊങ്കാലയിടാൻ സാധിക്കാത്തത്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അന്ന് രാവിലെ, അതായത് മാർച്ച് 3 ദേവിയുടെ അനുഗ്രഹം ചൊരിയുന്ന ആ ഒരു സമയത്ത്, പൊങ്കാല ദിവസം അതിരാവിലെ വീട്ടിൽ നമ്മൾ ദേവിക്ക് ഒരു ഭദ്രദീപം കൊളുത്തി വെക്കുക കേട്ടോ. ആറ്റുകാലമ്മയുടെ അറിയുന്ന നാമങ്ങളൊക്കെ ചൊല്ലുക. ആറ്റുകാലമ്മേ ശരണം, ആറ്റുകാൽ ദേവീ ശരണം എന്ന നാമം മനസ്സിലും നാവിലും അന്നേ ദിവസം പൂർണ്ണമായിട്ടും മുഴങ്ങട്ടെ. ഈ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒന്ന് കൊടുക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഭക്തിയുടെ പൊങ്കാല തിളയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആറ്റുകാലമ്മയ്ക്ക് അത് കാണാതിരിക്കാൻ കഴിയുകയില്ല. ആ ഒരു അനുഗ്രഹം നമ്മളുടെ കുടുംബത്തിൽ സദാ വന്ന് നിറയുക തന്നെ ചെയ്യുക കേട്ടോ. വിശ്വാസമാണ് എല്ലാം എന്ന് പറയുന്നത്. ആറ്റുകാലമ്മയുടെ തൃപ്പാദങ്ങളിൽ ജീവിതം സമർപ്പിക്കുന്നവർക്ക് ഒരിക്കലും ഒരു വീഴ്ച ഉണ്ടാവുകയില്ല. വരാനിരിക്കുന്ന പൊങ്കാല എല്ലാവരുടെ ജീവിതത്തിലും തീർച്ചയായും ദേവിയുടെ അനുഗ്രഹം ചേർത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഒന്ന് എത്തിക്കാൻ ശ്രദ്ധിക്കുക. അമ്മേ ശരണം, ദേവീ ശരണം, ആറ്റുകാൽ അമ്മേ ശരണം.